അതായത് 6 റൗണ്ട് പൂർത്തിയാവുകയാണ്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് 3986 എന്നുള്ള സ്വരാജ് പിടിക്കുന്നത് 3123 വോട്ടാണ്. ഇതുവരെയും PV അൻവർ 5000-ന് മുകളിൽ വോട്ട്, അതായത് ഇതുവരെയുള്ളതിന്റെ 14% വോട്ട് PV അൻവർ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വഴിക്കടവ് പഞ്ചായത്തിൽ മാത്രം PV അൻവറിന്റെ ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ 5000 മുതൽ 7000. ഇപ്പോ ആര്യാടൻ 3986 സ്വരാജ് 3123 6ാം റൗണ്ടിൽ, അതായത് മൂത്തയിടത്ത് UDF പ്രതീക്ഷിച്ച അത്രയും ലീഡില്ല എന്നുള്ളതാണ്. അതെ, നിലവിലെ റൗണ്ട് പുരോഗമിക്കുമ്പോൾ UDF നേരത്തെ പറഞ്ഞ അടിയൊഴുക്കുകളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ലീഗിന്റെ ഉൾപ്പെടെ ശക്തി കേന്ദ്രങ്ങളിൽ എന്ത് സംഭവിച്ചു എന്ന ചോദ്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പക്ഷേ ഇനിയും മൂത്തയിടത്ത റൗണ്ട് പൂർത്തിയാകാനുണ്ട് എന്നുള്ളതാണ്. 6ാം റൗണ്ട് കഴിയുമ്പോൾ പ്രതീക്ഷിച്ച അത്ര കണക്കിലേക്ക് എത്തുന്നില്ല. അതായത് വഴിക്കടവും മൂത്തയിടവും കഴിയുമ്പോൾ തന്നെ ഒരു 7000 വോട്ടിന്റെ ലീഡാണ് UDF കണക്കാക്കിയിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇതിലൊക്കെ നമ്മൾ ചൂണ്ടേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. ഇന്നലെ രാത്രി കൂടി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുമ്പോൾ അമരമ്പലത്തൊക്കെ ക്രോസ് വോട്ട് നടന്നു, LDF-ലേക്ക് വലിയ രീതിയിലേക്ക് വോട്ടുകൾ പോകുന്നു എന്നാണ് പറയുന്നത്. LDF-ഉം 2000 മുകളിൽ വോട്ട് അമരമ്പലം, കരുളായി പോലുള്ള മേഖലയിൽ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പോത്തുകല്ല്, അമരമ്പലം, കരുളായിലേക്ക് എത്തുമ്പോൾ 5000-ൽ താഴെയാണ് ലീഡെങ്കിൽ കളി മാറുമെന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും എന്നുള്ളതാണ്. എങ്കിലും UDF-ന് ഇപ്പോൾ നേരിയ പ്രതീക്ഷ നൽകുന്നത്, അതായത് നേരിയ മുൻതൂക്കം നൽകുന്നത് ഇപ്പോഴുള്ള ലീഡ് നില തന്നെയാണ്. അത് വരും റൗണ്ടുകളിലും അത് വർദ്ധിപ്പിക്കാനാകും എന്നുള്ളതാണ് UDF-ന്റെ കണക്കൂട്ടൽ എന്നുള്ളതാണ്. പക്ഷേ ഇതേ രീതിയിൽ പോയാൽ PV അൻവർ കൂടുതൽ സ്ഥലങ്ങളിൽ വോട്ട് പിടിച്ചാൽ മറ്റൊന്നിലേക്ക് കാര്യങ്ങൾ എത്തും. അമരമ്പലവും കരുളായും പോത്തുകല്ലും ഒക്കെ നിർണായകമാകും. M സ്വരാജ് കൂടി സ്ഥാനാർത്ഥിയായതിനാൽ പാർട്ടി പോക്കറ്റുകളിലെ വോട്ട് കൃത്യമായി തന്നെ CPM പോക്കറ്റുകളിലേക്ക് എത്തും എന്നുള്ളതാണ് LDF-ന്റെ പ്രകടനം. ഇങ്ങനെയാണ്: ചാലിയാർപ്പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ നിലമ്പൂർ ബാപ്പുട്ടിക്കുള്ളതാണ് എന്ന്, അവിടെ കലക്കവെള്ളത്തിൽ ആര് മീൻ പിടിക്കും, ആര് മുങ്ങിച്ചാവും എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ സാഹൂതം നോക്കി കാണുകയാണ്. എടക്കരയിലേക്ക് കൗണ്ടിംഗ് കടക്കുമ്പോൾ 5000 കടന്നിട്ടില്ല. 5000 ഒരു സൈക്കോളജിക്കൽ മാർക്കാണ്. 5000 കടന്നിട്ടില്ല. UDF-ന്റെ ഏറ്റവും വലിയ കോട്ടക്കൊത്തളങ്ങളായ 2 പഞ്ചായത്തുകൾ കടന്ന് 3ാമത്തെ പഞ്ചായത്തിലേക്ക് എത്തുന്നു.